പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു പുസ്തകം വീണ്ടും ഈ 2 ദിവസം കൊണ്ട് വായിക്കാനിടയായി. അതായത് അത് മറ്റൊന്നുമല്ല, ONVയുടെ അപരാഹ്നം എന്ന് പറയുന്ന കൃതിയാണ്. ഇത് വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് തോന്നി, പ്രായം കൂടുന്തോറും നമ്മൾ വായിക്കുമ്പോൾ പുസ്തകം കൂടി നമ്മോടൊപ്പം പോരുന്നത് പോലെ എനിക്ക് തോന്നി എന്നുള്ളതാണ്. അന്ന് കാണാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഈ പുസ്തകത്തിനകത്ത് എനിക്ക് കാണാൻ സാധ്യമായി എന്നത് പറയുമ്പോൾ കൂടുതൽ വായിക്കണം ഈ പ്രായത്തിൽ നിന്ന് തോന്നുകയാണ്, അതിനെ പ്രേരിപ്പിക്കുകയാണ്. എന്തായാലും ഞാൻ വായിച്ച ഈ പുസ്തകം പലരും വായിച്ചിട്ടുണ്ടാവും. വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണല്ലോ അപരാഹ്നം. പലരും വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ വായിച്ച് ഇപ്പോൾ എനിക്ക് തോന്നി, വെറുതെ വായിച്ചാൽ പോരാ, നമ്മൾ വായിച്ചിട്ട് എന്താണോ നമുക്ക് കിട്ടിയത്, ഒരു കുറിപ്പ് ഉണ്ടാകണം എന്നത് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ഞാനിത് എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ പുസ്തകം വെറുതെ വായിച്ചു തീർക്കാനുള്ള ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പുസ്തകമല്ല. ജീവിതത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ. ONVയുടെ എല്ലാ കൃതികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി പ്രത്യേകതയാർന്നതാണ്. നമുക്ക് ചിലപ്പോഴുണ്ടല്ലോ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തേക്കാൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്, ഉള്ളടക്കം പലതും നമ്മളെ ആകർഷിക്കും, പലതും നമുക്ക് കാണാപ്പാഠം പഠിക്കാനും സാധിക്കും. പക്ഷേ എനിക്ക് തോന്നുകയാണ് ഇതിനകത്ത് അതിൻ്റെ കണ്ടൻറ് എന്താണോ, ആ കവിത ഓരോന്നിൻ്റെയും കണ്ടൻറ്റിനേക്കാൾ എന്നെ കൂടുതൽ അതിൽ എനിക്ക് തോന്നിയത് അതിൻ്റെ നിശബ്ദതയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ നമുക്ക് വളരെ അത്തരമൊരു വായനാനുഭവമാണ്. ആ നിശബ്ദത നൽകുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ വായനാനുഭവമാണ് ONV നമുക്ക് നൽകുന്നത്. അപ്പോൾ അപരാഹ്നം എന്ന ശീർഷകത്തെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതൊരു പ്രതീകമാണ്. ശരിക്കും ഒരു പ്രതീകം തന്നെയാണ്. അതൊരു ദിവസത്തിൻ്റെ ഉച്ച കഴിഞ്ഞ ഒരു സമയത്തെയോ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മകളെ, അനുഭവ സമ്പത്തിനെ, സമയത്തെ സൂചിപ്പിക്കുന്ന, അല്ലേ, തിരക്കുകൾക്കിടയിൽ നാം കാണാതെ പോകുന്ന, അതാണ് കുറച്ചുകൂടെ ശരിയെന്ന് തോന്നുന്നു, തിരക്കുകൾക്കിടയിൽ നാം കാണാതെ പോകുന്ന ചില സത്യങ്ങളെ അതീവ ലാളിത്യത്തോടെയും മനോഹാരിതയോടും അദ്ദേഹം തൻ്റെ കവിതയിൽ അവതരിപ്പിക്കുകയാണ്. അത് എൻ്റെ പല കവിത എടുത്താലും അങ്ങനെയാണ്. കൊയ്ത്ത് എന്ന് പറയുന്ന ഒരു കവിതയുണ്ടല്ലോ. വിതയുടെ പാടുകളറിയാതെ പാടത്തെ കതർ കൊയ്തു പാടും പനങ്കിളിയെ. ശരിയല്ലേ? വിതയുടെ പാടുകൾ അറിയുന്നില്ല കൊയ്ത് എടുക്കുമ്പോൾ. രണ്ടർത്ഥത്തിൽ പാടുകൾ വരാം. വിതയുടെ പാടുകളുമാകാം, വിതയുടെ ബുദ്ധിമുട്ടുകളുമാകാം. അതൊന്നും അറിയാതെ പാടത്തെ കതിർ കൊയ്തു പാടും പനങ്കിളിയെ, വെറുതെ നിൻ പാട്ടൊന്നു കേൾക്കുവാൻ മാത്രമേ വയൽ വരമ്പത്തു ഞാൻ വന്നു നിന്നു. എത്ര നമ്മൾ കാണാതെ പോകുന്നതല്ലേ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളല്ലേ. വിരിയുന്ന മന്ദാരപത്രം പോലുള്ള നിൻ ചിറകിൻ്റെ താളം ഞാൻ നോക്കി നിന്നു. ഹായ്, എന്ത് രസം അത് നമുക്ക് കേൾക്കാൻ. അത് അദ്ദേഹത്തിൻ്റെ അതിനകത്തെ 27ാമത്തെ കവിതയാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൃതിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് അതിൻ്റെ ഭാഷയാണ്. ആ ഭാഷ അപാരമായ ഭാഷ തന്നെ. അത് അദ്ദേഹത്തിൻ്റെ എല്ലാം ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും, എല്ലാം അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലെ ഭാഷാപ്രയോഗം അത് അത്ഭുതമുളവാക്കുന്നതാണ്. അതിനകത്ത് 3ാമത്തെ ഒരു കവിതയുണ്ട്. അത് ഹേ ശ്യാമസൂര്യ എന്നാണ് ആ കവിതയുടെ പേര് തന്നെ. ആ പേര് തന്നെ എന്ത് ഘനമുള്ളതാണ്, എന്തൊരു ഭംഗിയുള്ളതാണ്, ഭാഷാ സൗന്ദര്യം. ഹേ ശ്യാമസൂര്യ, തിരികെ വരൂ ഹേ ശ്യാമസൂര്യ, ഇരുളിൻ്റെ ചാവുകടൽ മീതയായി സ്വാതന്ത്ര്യ ഗരുഡൻ്റെ ചിറകാർന്ന നൗകയണയുന്നു.
തെക്കനാം കാറ്റുകൾ കവർന്നൊരാത്മാക്കൾ തൻ കാക്കക്കരച്ചിലെമ്പാടുമുയരുന്നു. തപ്പ് തകര ചെണ്ട കാപ്പിരിപ്പറ കൊട്ടി പുരനിവാസികൾ തുള്ളിയുറയുന്നു. ഹേ ശ്യാമസൂര്യ, നീ തിരികെ വരൂ. ഇളയുടെ വെളിച്ചമായി മാറിലെ ചൂടായി ഇനിയും വരിക ഹേ ശ്യാമസൂര്യ. ഓ, എന്തൊരു ഭാഷ അല്ലേ! വിടരുന്ന കൺകളാൽ കാണട്ടെ ഞങ്ങളുടെ ഹൃദയം കൊതിച്ചു നിന്നുദയം. ശരിയല്ലേ? നമ്മൾ ഓരോ ഉദയവും കൊതിച്ചു നിൽക്കുകയാണ്. ഓരോ ഉദയവും കാണാൻ നമ്മുടെ ഹൃദയം തുടികൊട്ടുകയാണ്. അതെത്ര ലളിതമായി അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നു. ഓരോ വാചകത്തിലും അല്ലേ കവിയുടെ ഹൃദയം സ്പർശിക്കുന്ന അനുഭവം ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുസ്തകം ഉണ്ടല്ലോ ഓടിച്ചു പോകാൻ കഴിയില്ല. മറിച്ച് ഓരോ പേജിലും അതിൻ്റെ നിശബ്ദത ആസ്വദിച്ച് അല്പനേരം നിൽക്കണം, നമ്മൾ ചിന്തിക്കണം. ആ ചിന്തയിലേക്കാണ് യഥാർത്ഥത്തിൽ കവി നമ്മെ ക്ഷണിക്കുന്നത്. പല കവിതകളും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനിവിടെ സൂചിപ്പിക്കുകയല്ല, എന്നാലും പലായനം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ആന്ധ്രാപ്രദേശിലെ ഹുസൈൻ സാഗർ തടാകത്തിൽ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. നടുവിലെ പാറക്കെട്ടിൽ സ്ഥാപിക്കാൻ ഉരുവിൽ കയറ്റിക്കൊണ്ടുപോയ വലിയൊരു ബുദ്ധപ്രതിമ തടാകത്തിലേക്ക് മറിയുകയും ആഴത്തിലേക്ക് മുങ്ങിമറിയുകയും ചെയ്തു എന്ന് പത്രവാർത്ത. ആ പ്രതിമ തടാകത്തിൻ്റെ അടിത്തട്ടിൽ എവിടെയോ വിശ്രമം കൊള്ളുന്നുണ്ട്. അദ്ദേഹം അത് പത്രവാർത്ത കേട്ട് എഴുതിയ ഒരു കവിതയാണ് പലായനം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലൊരു കവിക്കല്ലാതെ എങ്ങനെ ഇത് ചിന്തിക്കാനാവും എന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് വായിക്കാനേ പറ്റുള്ളൂ. താഴുവതെന്തേ തഥാഗത ഈ തടാകത്തിൽ, ആഴത്തിൽ ജലകന്ധരങ്ങളിലുണ്ടോ ശാന്തി, ആഴത്തിൻ ജലകന്ധരങ്ങളിൽ നിനക്ക് ശാന്തി കിട്ടുമോ? അതാണോ മെല്ലെ നീങ്ങുമീ യന്ത്രനൗകതൻ മുകൾ തട്ടിൽ ഇളവേൽക്കാർ തീർത്ത തൽപ്പത്തിൽ നിന്നും എന്തേ നീ ഇതിനാഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമ, അത് നമ്മുടെ നാടിൻ്റെ അശാന്തിയുടെ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ കൊണ്ടുപോയപ്പം ഒയൻമി ചോദിക്കുക, നീ എന്തിനിതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി? നിന്നെ പാദപ്രതിഷ്ഠിക്കാൻ തപം ചെയ്തൊരു ശില, ആ ഒരു കല്ല്, ആ ഒരു ശില, നിൻ പാദപ്രതിഷ്ഠയ്ക്കായി തപം ചെയ്തൊരു ശില, നിൻ നാമമുരുവിടും ഊർമിമാലകൾ ചുറ്റും. അങ്ങനെ പോവാണത് പലായനം, ശ്യാമസൂര്യനെ പോലെ തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കവിതയുണ്ട് ഇതിനകത്ത്. അത് സുന്ദരമായ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എനിക്കും നിങ്ങൾക്കുമെല്ലാം അനുഭവമായിട്ടുള്ള ഓർമ്മകൾ. ആ ഓർമ്മകൾ മുത്തച്ഛൻ 25ാമത്തെ കവിതയാണ്. എവിടേക്ക് പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ട്, എവിടേക്ക് പോവാനല്ലേ ഉണ്ണി? ഉണ്ണി തപ്പിത്തിരകി നടക്കുക മുത്തച്ഛനെ. അപ്പം ചോദിക്കുക, എവിടേക്ക് പോകാൻ മുത്തച്ഛൻ? ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും എവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ? നമ്മൾ ഉമ്മറത്ത് നോക്കും, കണ്ടില്ലെങ്കിൽ അമ്മൂമ്മ പറയും, ആ തൊടിയിൽ അവിടെ എവിടെയെങ്കിലും കാണും, അവിടെ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും ചെയ്യുകയായിരിക്കും. വെറുതെ ഇരിക്കാൻ മുത്തച്ഛനാവില്ലല്ലോ, വെറുതെ ഇരിക്കാനാവില്ല. അതുകൊണ്ട് കലവറയിലുണ്ടാവാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ പാകം നോക്കാൻ. എന്ത് ഹൃദയസ്പർശിയാ! ഉണ്ണിക്ക് വേണ്ടി മുത്തച്ഛൻ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കദളിക്കുല പഴുത്തോ എന്ന് നോക്കാൻ, അതിൻ്റെ പാകം നോക്കാൻ. ഇനി വരും ഓണത്തിനെല്ലാവരും എത്തുമ്പോൾ, എല്ലാവരും വരും, മുത്തച്ഛൻ്റെ മക്കളും പേരക്കുഞ്ഞുങ്ങളും എല്ലാവരും വരുമ്പോൾ മുത്തച്ഛൻ ഒരുപക്ഷേ ഇളവനും വെള്ളരിക്കയൊക്കെ വേണ്ടേ, അതൊക്കെ നമ്മുടെ തൊടിയിൽ എത്രയായി എന്ന് നോക്കാൻ ഒരുപക്ഷേ അവിടെ കാണാം. പരതി നടക്കുന്ന ഉണ്ണിയോട് പറയുകയാണ്. അത് ആരെങ്കിലും, മുത്തശ്ശിയാവാം, അമ്മയാവാം, ആരെങ്കിലും പറയുമാകും. അരികിൽ നിന്ന് ആരേ കരയുന്നു, മുത്തച്ഛൻ അറിയേണ്ട, വെറുതെ കരഞ്ഞു പോയാൽ. ഒരു നാളും ഉണ്ണിയെ കരയിച്ചു മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ. ഒരു നാളും ഉണ്ണിയെ കരയിച്ചുകൊണ്ട് മുത്തച്ഛൻ പോവുമോ? അതുകൊണ്ട്
ഇവിടെ എവിടെയെങ്കിലും കാണും. അതാണ് 25ാമത്തെ കവിത. ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുഭവങ്ങൾ ഈ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വരും. തീർച്ചയായിട്ടും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന അനുഭവങ്ങൾ. രക്തദാനം നമ്മൾ കാണാറുണ്ടല്ലോ. എടുത്തുകൊൾകൻ രക്തം ഈ മേശപ്പുറത്തെന്നെ കിടത്തി, ഒരു സൂചി മുഖമൻ ഞരമ്പിന്മേൽ കടത്തി, അല്പാൽപമാ എടുത്തുകൊൾകൻ രക്തം. മൃതിയെ ഒരു കയ്യാൽ വിലക്കി നിർത്തി, ഏതോ മുറിയിൽ അതിദീനം ശയിക്കും ഏതോ രോഗിക്കുയിർ നൽകുവാൻ നിങ്ങൾ എടുത്തുകൊൾകൻ രക്തം. നമ്മൾ രക്തദാനം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു രോഗി അവർക്ക് കൊടുക്കാനായിരിക്കുമല്ലോ. അപ്പോൾ വേദനിച്ചോട്ടെ അതും സുഖമാണിനി പരിശോധിക്ക ഈ രക്തത്തിൽ ഗണമേതറിയുക, ഏതു രക്തത്തോടിത് ചേരുമെന്നറിയുക. നമുക്കറിയാൻ കഴിയുമോ? അപ്പോൾ അത് ജീവിതത്തിൻ്റെ മിക്കവാറും വരുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും നമ്മൾ ഈ പുസ്തകത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പല സംഭവങ്ങളും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, ആനുകാലികമാവാം, ഒക്കെയാവാം, പലതും. മറ്റൊന്നുണ്ട്, ഒരു ദിനാന്തക്കുറിപ്പ്. എനിക്ക് എത്രയും പ്രിയമാർന്ന പക്ഷികൾക്കായി ഞാൻ ഒരിക്കൽ പോലും മുളങ്കൂടുകൾ തീർത്തിട്ടില്ല. അവർക്ക് പറക്കുവാൻ എന്നിലുണ്ടൊരാകാശം, അവർക്ക് ചേക്കേറുവാൻ എന്നിലുണ്ടൊരു ചില്ല, അവർക്ക് കുറിക്കുവാൻ നെന്മണിയുണ്ടൻ നെഞ്ചിൽ, അവരോടൊപ്പം പാടും പക്ഷിയുമുണ്ടെന്നുള്ളിൽ. ഒരു ദിനാന്തക്കുറിപ്പ്. സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ പറന്നു നടക്കുന്ന പക്ഷികളെ നോക്കി, ഞാൻ അവർക്ക് വേണ്ടി ഒരു കൂടും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് അവർക്കൊരു കൂടായി, അവർക്കൊരു ചില്ലയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അത് മറ്റൊരു കവിത. ഞാനിതെല്ലാം പറയുകയല്ല. തീർച്ചയായിട്ടും ഇത് നമ്മൾ പലതും അന്തിയാവുന്നു എന്ന് പറയുന്നൊരു കവിത എത്ര മനോഹരമാകുന്നു. അന്തിയാവുന്നു, ഞാൻ കേൾക്കാൻ കൊതിക്കയാണ് എന്തിനോ കാലിക്കുടമണിയൊച്ചയും, കൂടണയാൻ വെമ്പുമേതോ കിളിയുടെ യാതുരനാദവും, തള്ളപ്പിടക്കോഴി കുഞ്ഞുങ്ങളെ തന്നടുത്തു വിളിപ്പതും, മൺചുമർത്തട്ടിലെ പ്രാവിൻ കുറുകലും, പൂക്കൈത തന്മറ പറ്റി കുളക്കോഴിയാർക്കുന്ന പ്രാക്കും പരാതിയും. അങ്ങനെ പോവുകയാണ്. അന്തിയാവുമ്പോഴത്തെ ആ ചുറ്റുവട്ടത്ത് കാണുന്ന പലതും, അതായത് ദീപമെന്ന് ചൊല്ലുന്നതും കേൾക്കുവാൻ കാതോർപ്പു നിൽപ്പു ഞാൻ ഇന്നുമേ, ദീർഘമാം യാത്രയിൽ ഈ സത്രമെത്തവേ. ദീർഘമായ യാത്രയ്ക്കൊടുവിൽ നമ്മുടെ സത്രത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഞാനിതെല്ലാം കാണാനും കേൾക്കാനും ആഗ്രഹിച്ച് തന്നെയാണ് കടന്നു വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള മറ്റൊന്നുണ്ട്. നമ്മൾ പെങ്ങൾ, അത് നമ്മളുടെ ഹൃദയസ്പൃക്കായതാണ്. എൻ്റെ കൈത്തണ്ടിലീ രാഖിച്ചരടു നീ ബന്ധിച്ചു, തെല്ലിടമിണ്ടാതെ നിന്നുവോ. എൻ്റെ കയ്യിലീ രാഖിച്ചരട് ബന്ധിച്ചു, തെല്ലിട നീ മിണ്ടാതെ നിന്നുവോ. പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്നശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, നിൻ പേരുപോലും നീ പറഞ്ഞുമില്ലെങ്കിലും. വല്ലായ്മയാർന്ന നിൻ നിൽപ്പുമാ മൗനവും, തുള്ളികളായി അടർന്ന നിൻ ദുഃഖവും, എൻ്റെ ഈ കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലും ഈ രാഖിയും എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു, നിൻ പെങ്ങളാണിവൾ. ഈ നാടിന്ന് ഓർക്കേണ്ട ഒരു സംഭവമാണ്. ഈ നാടിന്ന് ആ തരത്തിൽ സ്ത്രീകളെ കാണേണ്ട ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നൽകുന്നത് എന്നാണ് എനിക്ക് അത് വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. അങ്ങനെ നിലാവിൻ്റെ ഗീതം എന്ന് പറഞ്ഞതുകൊണ്ട്, ശ്യാമസുന്ദര ഞാൻ ആദ്യം പറഞ്ഞു, അങ്ങനെ ഒരു കവിതയുണ്ട്. മറ്റൊന്നുണ്ട്, മുത്തിയും ചൊഴിയും എന്ന് പറയുന്ന, അത് വളരെ രസകരമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കവിതയാണ്. ഇതിനകത്തെ മുത്തിയും ചൊഴിയും
എന്ന് പറയുന്നത്. അത് ഒരു മലബാറിലെയൊക്കെ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഈ കവിത അങ്ങനെ ജന്മമെടുത്തത് തന്നെയാണ്. നിളാതീരത്തെ ഒരു കുഗ്രാമത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അവിടുത്തെ ഒരു തറവാട്ടുമുറ്റത്ത് അരങ്ങേറിയ പഴയൊരു നാടൻ കളിയിലെ കഥാപാത്രങ്ങളാണ് മുത്തിയും ചോഴിയും. 3 പതിറ്റാണ്ട് മുമ്പ്, അന്ന് അദ്ദേഹം 91-ലാണിത്, തിരുവാതിര രാത്രിയിൽ ആ നാടുകളിൽ കാണുന്ന ഒരു തിരുവാതിര കളി, അതിൻ്റെ ഉള്ളടക്കം അതാണ് ഇതിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതും നമുക്ക് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. പുത്തൻ കുളത്തിൻ പടികടന്ന് പുത്തിരുവാതിര വന്ന കാലം, കുന്നിറങ്ങി പകൽ പോയ നേരം, പകല് മങ്ങി അന്തിയാകുന്ന ഈ ഘട്ടത്തിൽ അന്തിമങ്ങൂഴവും മാഞ്ഞ നേരം, അന്തിയും കഴിഞ്ഞു, സന്ധ്യ കഴിഞ്ഞു. തേക്കും തളിർത്ത് തേന്മാവിനൊപ്പം രാക്കുയിൽ പാട്ടിലലിഞ്ഞ നേരം, തേക്കും തളിർത്ത് തേന്മാവിനൊപ്പം രാക്കുയിൽ പാട്ടിലലിഞ്ഞ നേരം, ഉമ്മറക്കോലായിൽ മൂത്തവർ തൻ നീർമൊഴികൾ ഉതിർന്ന നേരം, തൊടിയിലെ പുളിമാവിൻ ചോട്ടിലൊരു ഊഞ്ഞാൽപ്പടിയിൽ നാം ആടാൻ മറന്നിരിക്കെ, ആതിരരാവിൻ തണുപ്പുരുക്കാൻ ആളുന്ന പന്തവും ആർപ്പുമായി താളത്തിൽ ചുവടുവെച്ച് ആരോ പോരുന്നു, താഴത്തോടി കടന്നെത്തുന്നു, താഴത്തെ തൊടി കടന്നെത്തുന്നു. അപ്പോൾ മുത്തി വരുന്നുണ്ടേ, തൊട്ടുപിമ്പേ തൊട്ടും തൊടാതെയും ചോഴിയുണ്ടേ. മുത്തി വരുന്നുണ്ട്, തൊട്ടും തൊടാതെ ചോഴിയുമുണ്ട്. ഒപ്പം നടക്കുന്ന ചിത്രഗുപ്തൻ, ഇവരുടെ ഒപ്പം തന്നെ ചിത്രഗുപ്തനുമുണ്ട്. ഒട്ടേറെ പച്ചില പൂതങ്ങളും പൂമുഖമുറ്റത്ത് വട്ടമിട്ട് പൂതങ്ങൾ ആർപ്പിച്ചു തുള്ളുന്നു. അവർ കടന്നു വന്ന് പൂതങ്ങളുടെ തുള്ളൽ. മുത്തിക്ക് പ്രായം 90 100, എത്രയെന്നാർക്കും പറക വൈകാം. അപ്പോൾ അതിങ്ങനെ പോയി മുത്തിയെ വിളിക്കുകയാണ്. എന്താ പറയുക, മുത്തിതൻ മോഹങ്ങൾ എന്നാലോ നൂല് പൊട്ടാതെ പാറുന്ന പട്ടങ്ങൾ, വെറ്റില വേണം, അടയ്ക്ക വേണം, തേങ്ങാപ്പൊട്ടും പുകയില ഞെട്ടും വേണം. രസമാണ് കേട്ടോ, വായിക്കാതെ പറ്റില്ല. ഉണ്ണിക്കുടാങ്ങളും ഏറെ മുതിർന്നോരും ഉമ്മറക്കോലായിൽ കൂടുന്നു. ബാക്കി വായിക്ക്. മുത്തിയെ കൊണ്ടുപോകാൻ ചോഴി ചിത്രഗുപ്തനുമൊപ്പം വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വിറയാർന്ന ശബ്ദത്തിൽ പാടുന്നു മുത്തി പാടിക്കൊണ്ടിരിക്കുകയാണ്. വീരവിരാട കുമാര വിഭോ, അങ്ങനെ പാടുകയാണ്. അപ്പോൾ മുത്തിയെ വിളിക്കുകയാണ്, നമുക്ക് പോകാം. ചിത്രഗുപ്തൻ ചോഴിയുമൊത്ത് വന്ന് വിളിക്കുമ്പോൾ മുത്തി പറയും, നിക്ക്, അങ്ങനെ ഓടിപ്പോവല്ലേ. വീണ്ടും വീരവീരാട കുമാര ഒക്കെ പാടി കൈക്ക് പിടിച്ച് വലിക്കുമ്പം കളി നിർത്ത്, വൈകി, മുത്തി പോകാം എന്ന് പറയുമ്പോൾ മുത്തി കയ്യാകെ തട്ടിമാറ്റിയിട്ട് പറയുകയാണ്, മക്കളെ, ഇത്തിരി ഒന്ന് മുറുക്കട്ടെ, ഞാൻ എൻ്റെ വെറ്റിലയും പാക്കുമൊക്കെ കൂട്ടി ഞാൻ ഇത്തിരി ഒന്ന് മുറുക്കട്ടെ. അമ്മാവൻ വെറ്റില നീട്ടുന്നു, ചെമ്പഴുക്കാപ്പാക്ക് പുകയിലയും, നവവധുവാം നിൻ്റെ നേദ്യമല്ലോ കോടി നറുമണം മാറാത്ത പാവുമുണ്ട്. അങ്ങനെ അത് ഉണ്ണിക്ക് കൂവ കുറുക്കിയതും കുന്നൻ പഴവും കൊടുത്തില്ല. ഞാൻ കൂവ കുറുക്കിയത് ഉണ്ണിക്ക് കൊടുത്തിട്ട് വരാം, പഴം കൊടുത്തിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഞാൻ പിന്നെ വരാം. പിന്നെയും വിളിക്കുമ്പോൾ മുത്തി പറയാണ്, ഓ, ഈ കുട്ടികൾക്ക് എന്തൊരു കുസൃതി എന്നുള്ളൊരു മട്ടിൽ മുത്തിയും പോകുന്നു. വന്ന വഴിയേ നടക്കുന്നു, ഭൂതങ്ങൾ ഒന്നായി പിന്തുടർന്നർക്കുന്നു. അങ്ങനെ ഈ കവിത അപരാഹ്നം യഥാർത്ഥത്തിൽ നിരവധി, ഞാനെല്ലാം ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വിമർശനാത്മകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കൃതി അതിവേഗത്തിലെ സംഭവവികാസങ്ങളെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നവർക്ക് ഒരു മന്ദഗതിയിലാണ് എന്ന് തോന്നാം. എന്നാൽ മനുഷ്യജീവിതത്തിൻ്റെ ആഴങ്ങൾ തേടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് സമ്പന്നമായിട്ടുള്ള ഒരു വായനാനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെ ഏറ്റവും ഇതിൽ സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യം, കാലം മാറിയാലും സ്നേഹവും കരുണയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അപരാഹ്നം എന്ന് പറയുന്ന ഈ കൃതി എനിക്ക് തോന്നിയത് ജീവിതത്തിൻ്റെ സായാഹ്നത്തെ ഭയക്കാനല്ല നമ്മെ പഠിപ്പിക്കുന്നത്, അതിൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ നമ്മെ പഠിപ്പിക്കുകയാണ്.
എൻ്റെ വായന വലിയ വായനാ ലോകമൊന്നുമില്ലെങ്കിലും എൻ്റെ വായനയിലെ ചെറു സമയങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസം മറ്റൊരു പുസ്തകവുമായി തുളസി വരുന്നതായിരിക്കും. താങ്ക് യു.